പാലക്കാട് എല്ലാവരും പ്രതീക്ഷയോടിരിക്കുന്ന പാലക്കാടാണ്. ശക്തമായ മത്സരം നടക്കുന്ന ശ്രീമതി ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുന്ന പാലക്കാട് മുനിസിപ്പാലിറ്റിയും 3 പഞ്ചായത്തോട് ചേരുന്നതാണ് പാലക്കാട് അസംബ്ലി മണ്ഡലം. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ വോട്ട് നോക്കിക്കഴിഞ്ഞാൽ 47,000 വോട്ടോളം നേടി UDF ആണ് ഫ്രണ്ടിൽ. 33.8 കറക്റ്റ് 1/3 വോട്ട് കഷ്ടിയുണ്ട്. BJP രണ്ടാമതാണ്, 48,000, 27% ഉണ്ട്. LDF 34,000 വോട്ട് മൂന്നാമതാണ്, 24% ഉള്ളൂ. അതേ സ്വതന്ത്രമായിട്ട് വോട്ട് 20,000 വോട്ടുണ്ട്. മെമ്പർമാർ നോക്കിക്കഴിഞ്ഞാൽ UDFന് 41, LDFന് 36, NDA 31, അതേഴ്സ് 4. ഇതിൽ ഭയങ്കര രസകരമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം വോട്ട് കൂടിയെങ്കിലും LDFനാണ് കൂടുതൽ മെമ്പർമാരുള്ളത്, NDAക്ക് 3ാമതാണ്. അപ്പം അത് പ്രധാന കാരണം NDAയുടെ സ്വാധീനം പാലക്കാട് മുനിസിപ്പാലിറ്റിയിലാണ്. പഞ്ചായത്തുകളിൽ കൂടുതൽ മെമ്പർമാരുണ്ട്. പഞ്ചായത്തുകളിലോട്ട് വരുമ്പോൾ LDFന് കൂടുതൽ അപ്പറാൻ UDF ഒക്കെ കൂടുതലുണ്ട്. BJPക്ക് പഞ്ചായത്ത് മെമ്പർമാർ കുറവാണ്. പാലക്കാട്ടെ മത്സരാർത്ഥികളെ നോക്കുകയാണെങ്കിൽ പാലക്കാട് കോൺഗ്രസിന്റെ രമേശ് പിഷാരടിയാണ് മത്സരിക്കുന്നത്. LDFന്റെ NMR റസാഖാണ്. BJPയുടെ ശോഭാ സുരേന്ദ്രനാണ്. അപ്പം അതുകൂടെ കൺസിഡർ ചെയ്ത് നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ UDFനെ സംബന്ധിച്ച് UDFന് അപ്പർ ഹാൻഡ് ഉണ്ട് ലോക്കൽ ബോഡിയിലെങ്കിലും ഒന്ന് രാഹുൽ മാങ്കൂട്ടിൽ വിഷയമായിട്ട് ബന്ധപ്പെട്ട് അസംബ്ലിയിൽ അവർ പുറയിൽ ബാക്ക്ഫൂട്ടിലാണ്. അതേപോലെ ഒരു രമേശ് പിഷാരടി അതൊരു സിനിമാ നടനെന്നുള്ളൊരു രാഷ്ട്രീയക്കാരനായിട്ട് അത്രയും ആയിട്ടില്ല. ആള് മോശമാണെന്നല്ല, ബട്ട് ശോഭാ സുരേന്ദ്രനെ പോലെ ശക്തമായ ക്യാൻഡിഡേറ്റിനെതിരെ മത്സരിക്കാനുള്ള ആയിട്ടില്ലതേ ഉള്ളൂ. അപ്പൊ ശോഭാ സുരേന്ദ്രൻ എന്തായാലും ഏതൊരു വാർഡിലോ ഏതൊരു ഇലക്ഷനിലും 5,000 വോട്ട് കൂട്ടുന്ന ഒരാളാണ്. ഇത് തന്നെ 38,000 വോട്ട് BJPക്ക് ഇവിടെ ഉള്ളപ്പം സാധാരണ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിൽ ഈ മുനിസിപ്പാലിറ്റി പാലക്കാട് മുനിസിപ്പാലിറ്റി വഴി പഞ്ചായത്തുകളിലൊക്കെ BJP വോട്ട് UDFന് മറിയുകയാണ് ചെയ്യാറ്, അവിടെ സ്ട്രോങ് അല്ലാത്തടത്ത്. അപ്പൊ അതെല്ലാം തിരിച്ച് എന്തായാലും അവരുടെ വോട്ട് തിരിച്ച് BJPയിലോട്ട് തന്നെ വരും. അപ്പോൾ എഫക്റ്റീവ്ലി UDF NMR റസാഖ് ഉള്ളത് കൊണ്ടൊരു ഭയങ്കര ഒരു മുസ്ലിം പോളറൈസേഷനൊന്നും UDFിലോട്ട് പോകത്തില്ല, കുറച്ച് വോട്ട് അങ്ങോട്ടും പോകും. അപ്പൊ എഫക്റ്റീവ്ലി ശ്രീമതി ശോഭാ സുരേന്ദ്രൻ ഒരു 2,000-3,000 വോട്ടിന്റെ വ്യത്യാസത്തിൽ കഷ്ടി ജയിക്കുമെന്നാണ് എൻ്റെ അനാലിസിസ്. രണ്ടാമത് UDF, മൂന്നാമത് LDF.